ബ്രെയിനിൽ ബ്രെയിനിൽ ചിപ്പ് വെക്കുന്നത്, അതായത് അല്ലെങ്കിൽ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് BCI എന്ന് പറയുന്നത് ഒരു വളരെ പുതിയ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളിലും എല്ലായിടത്തും പുതിയൊരു സംഭവം ഉണ്ടായിരിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ, അതായത് ഒരു 60s 70s തന്നെ ഇതേപോലത്തുള്ള പരീക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതായത് 60s 70s ചില കമ്പനീസ് ഈ ക്യാറ്റിൻ്റെ അഗ്രസീവ് ബിഹേവിയർ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇലക്ട്രോഡ്സ് അതിൻ്റെ ബ്രെയിനിൽ കണക്ട് ചെയ്തിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇതുകൂടാതെ തന്നെ 2000s മങ്കീസിൽ ഇതേപോലെ പരീക്ഷണങ്ങളുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ മങ്കിയുടെ തോട്ട് വെച്ചിട്ട് കമ്പ്യൂട്ടറിൻ്റെ കേഴ്സർ മൂവ് ചെയ്യിക്കാനുള്ള പരീക്ഷണങ്ങൾ നടന്നിരുന്നു. അതിനുശേഷം പല കമ്പനീസും ഇത് ഓസ്ട്രേലിയയിൽ, യൂറോപ്പിൽ, അതേപോലെ തന്നെ അമേരിക്കയിലൊക്കെ പല കമ്പനികളും മുന്നോട്ട് വന്നു ഇതേപോലെ ബ്രെയിനിൻ്റെ ഇതേപോലുള്ള സാധ്യതകൾ പരീക്ഷിക്കാനായിട്ട്. അപ്പം ഇത് റീസെൻ്റ് ആയിട്ടുള്ളൊരു ഇപ്പം ന്യൂസിലൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇത് ഒരു 50 years ആസ് യു മെൻഷൻഡ് അറൗണ്ട് ഇതിൽ റിസർച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് നേരത്തെ ഉണ്ടായിരുന്നൊരു സാധനമായിരുന്നു. പക്ഷേ ഇൻ ദ പാസ്റ്റ് ഇതൊരു എക്സ്പെരിമെൻ്റലായിട്ടുള്ളൊരു പെർസ്പെക്റ്റീവ് നിന്ന്, ഒരു റിസർച്ച് പെർസ്പെക്റ്റീവ് നിന്ന് മാത്രമായിരുന്നു. നല്ലൊരു കൺസ്യൂമർ ആപ്ലിക്കേഷനായിട്ട് അങ്ങനെ ആരും കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ഒരു പർട്ടിക്കുലർ യൂസ് കേസിന് വേണ്ടിയിട്ടാണ് ഇതുവരെ അതിന് മുമ്പേ, ന്യൂറലിങ്കിന് മുമ്പേ വരെയുള്ള റിസർച്ചൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഫോർ എക്സാമ്പിൾ ഐസൈറ്റ് മാത്രം സോൾവ് ചെയ്യാൻ. അപ്പം ഒരു സെക്കൻഡ് സൈറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. അവർ ഐസൈറ്റ് സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഒരു പ്രോഡക്റ്റ് ഇറക്കിയായിരുന്നു. അത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അത് മേടിച്ചിട്ടുള്ളൂ. സോ അത് ഒരു കസ്റ്റമറിന് തന്നെ $150,000 സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പം അതിൽ ഒരു ഇംപ്ലാന്റ് വെക്കുന്നത് ഇൻസൈഡ് ദി റെറ്റിന എന്ന് പറഞ്ഞാൽ കണ്ണിലുള്ള നമ്മളെ സൂര്യപ്രകാശം അല്ലെങ്കിൽ എന്തൊരു ഇമേജിൻ്റെ ലൈറ്റ് റേസ് കണ്ണിൻ്റെ പ്യൂപ്പിൾ വഴി കണ്ണിൻ്റെ അകത്ത് റെറ്റിനയിൽ വന്ന് വീഴും. അപ്പോൾ അവിടെയാണ് സെൻസർ വെച്ചിട്ട് ഒരു കണ്ണാടി ഉണ്ട്, അതിലൊരു റിസീവറുണ്ട്. ആ റിസീവർ വെച്ചിട്ടാണ് അത് പ്രോസസ്സ് ചെയ്ത് അതിൽ എൻ്റെ ആ റിസീവറിലൊരു ക്യാമറയുണ്ട്, അത് വെച്ച് പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്. അപ്പം വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു യൂസ് കേസാണത്, ബ്ലൈൻഡ്നെസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇൻ ദ പാസ്റ്റ് ഏതെങ്കിലും ഒരു ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് വെച്ചിട്ട് ഒരു പാരാപ്ലീജിക് അല്ലെങ്കിൽ ഒരാൾക്ക് അനങ്ങാൻ വയ്യ, കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആണ്, അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഒരു ഇലക്ട്രോഡ് ബ്രെയിനിൽ വെച്ച് അതിൽ നിന്ന് കണക്ട് ചെയ്യും. എന്നിട്ടാണെങ്കിൽ കമ്പ്യൂട്ടറിൽ മൗസൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നത് തന്നെയാണ്. ജസ്റ്റ് ദാറ്റ് ഇപ്പം ന്യൂറലിങ്ക് കൊണ്ടുവന്നേക്കുന്ന സൊല്യൂഷൻ കുറച്ചുകൂടെ എന്താ പറയുക, എൻക്യാപ്സുലേറ്റഡ് ഫോമിലാണ്. കാര്യം വെച്ചാൽ ഇൻ ദ പാസ്റ്റ് എങ്ങനെയായിരുന്നു വെച്ചാൽ ഇപ്പോൾ ഒരു ഇംപ്ലാന്റ് വെച്ചിട്ട് ഒരാൾക്ക് ബ്രെയിന് തന്നെ ഡയറക്റ്റ്ലി ഒരു വയർ കണക്ട് ചെയ്ത് പുറത്തേക്ക് വരും. അങ്ങനെ ഒരു സെറ്റപ്പ്. അല്ലെങ്കിൽ ഒരു ഹെൽമെറ്റ് പോലെ ഒരു സാധനം തലയിൽ ഇങ്ങനെ വെക്കണം. മൾട്ടിപ്പിൾ കണക്ഷൻസ് ഉണ്ട്. അതൊരു മാസ് മാർക്കറ്റിന് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രൊപ്പോസിഷൻ അല്ല. ECG എടുക്കുമ്പം ചെയ്യുന്ന പോലെ ഇലക്ട്രോഡ്സോ മറ്റോ ഫിക്സ് ചെയ്ത് വെച്ചിട്ട്. അതെ. അപ്പോൾ അതൊരു മെഡിക്കൽ പ്രോസസ്സായിട്ട് അല്ലെങ്കിൽ സയൻസ് വഴി അത് സ്റ്റഡി ചെയ്യാൻ, അല്ലെങ്കിൽ വളരെ ഡെസ്പറേറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഒരാൾക്ക് യൂസ് ചെയ്യാമെന്നല്ലാതെ സോഷ്യലി ഒരാൾക്കിപ്പോൾ അങ്ങനെ ഒരു ഹെൽമെറ്റ് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വയർ കണക്ട് ചെയ്ത് വെച്ചുകൊണ്ടോ പുറത്തേക്ക് ഇറങ്ങി നടക്കാനോ ഒന്നും പറ്റത്തില്ല. അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം ന്യൂറലിങ്ക് ഇപ്പോൾ ചെയ്തേക്കുന്നത് ഇതുവരെ ഉള്ള ടെക്നോളജീനെ കുറച്ചുകൂടെ ഫൈൻ ട്യൂൺ ചെയ്ത് അതിനെ കുറച്ചുകൂടെ മാസ് മാർക്കറ്റിലേക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് പുതിയൊരു ടെക്നോളജി അങ്ങനെയൊന്നുമല്ല, ഇതുവരെ ഉണ്ടായിരുന്നത് തന്നെയാണ് കുറച്ചുകൂടെ റിഫൈൻ ചെയ്യപ്പെടുന്നത്. അതെ, ഒരു നാരോ ആംഗിളിലുള്ളത് ഇവരിപ്പോൾ ഒരു വൈഡ് ആംഗിളിലേക്ക് കൊണ്ടുവന്നു. സോ അത് കുറച്ചുകൂടെ ക്ലിയർ ആവുന്നത് നമ്മൾ യൂസ് കേസിനെ പറ്റി നോക്കുമ്പോഴാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് സൈറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി ആർഗസ് 2 എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് സമ്മൺ ഇൻ 2015 ഓർ സംതിങ്.
അത് ഇതുപോലെ ഐസൈറ്റ് റിലേറ്റഡ്, ഇപ്പം കാഴ്ചയില്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടായിരുന്നു ചെയ്തത്. ഇപ്പം ഫോർ എക്സാമ്പിൾ കണ്ണുണ്ട്, ദി ഐ ഈസ് വർക്കിംഗ്, പക്ഷേ ഒപ്റ്റിക് നെർവിലെന്തോ തകരാറുണ്ട്. അപ്പം ആ ഒരു കണക്ടിവിറ്റി ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവായിരുന്നു അത്. പോപ്പുലർലി ഒരു ആർച്ചർ, കമ്പീറ്റ് ചെയ്യുന്ന ഒരു ആർച്ചർ ഈ സെക്കൻഡ് സൈറ്റിൻ്റെ ആർഗസ് 2 ഇംപ്ലാന്റ് വെച്ചുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ ടാർഗറ്റിലേക്ക് അമ്പ് വിടുന്ന ഒരു വീഡിയോ ഒക്കെ ആ സമയത്ത് പബ്ലിസിറ്റി ആയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ന്യൂറലിങ്ക് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു ബ്രെയിൻ ഇംപ്ലാന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഐസൈറ്റ് മാത്രമല്ല, നിങ്ങൾക്ക് പാരാലിസിസ് ഉള്ള ആൾക്കും അല്ലെങ്കിൽ എന്താ പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂറൽ ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് ഉള്ള എല്ലാ ടൈപ്പ് യൂസ് കേസിനെയും കവർ ചെയ്യാനുള്ള ശ്രമത്തിലാണ് അവരത് ഇറക്കുന്നത്. ഇതാണ് ഒരു യൂസ് കേസ് മാത്രം നോക്കുമ്പോഴത്തേക്കും ഉള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ്.